ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടി ക്രിക്കറ്റിന്റെ ലോകകപ്പില് ഇന്ത്യ മൂന്നാമതും ചരിത്രം. ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടി ക്രിക്കറ്റിന്റെ ലോകകപ്പില് മൂന്നാമതും ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. മൂന്നാമതും T20 ചാമ്പ്യന്മാരൊക്കെയാണ് ഇന്ത്യ. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ എന്താ പറയാ ഒന്നും അല്ലാതാക്കിയിട്ട് ന്യൂസിലാൻഡിനെ പണാക്കാന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ലെവലില്. സെമിഫൈനലിൽ കുറച്ചെങ്കിലും രസമുണ്ടായിരുന്നു കാണാൻ കളി. പക്ഷെ ഇത് ഏകപക്ഷീയമായ വിജയം എന്ന് അറിയില്ലേ. ഒരു സൈഡ് ബൗളർമാര്, ഒരു സൈഡ് ബാറ്റ്സ്മാൻമാര് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു കളിയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഓൾറൗണ്ടർ പെർഫോമൻസിലൂടെ. വീണ്ടും കിരീടം ചൂടിയപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാന്നറിയോ? അഹമ്മദാബാദിലെ ആ ഒരു വിജയം കണ്ണുകൾ കൊണ്ട് കാണുന്ന ഈ ഓരോ ഇന്ത്യക്കാരെ പോലെ തന്നെ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഓരോ മലയാളികളാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല് സഞ്ജു എന്റെ പൊന്നെ, എമ്മാതിരി കംബാക്ക് ആണ്. ജീവിതത്തിൽ ഒരു 10-15 വർഷമായി ചങ്ങായി ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ മലയാളികളും അതേപോലെ സഞ്ജു കാത്തിരിക്കുന്ന നിമിഷമായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്റെ കോരിത്തരിക്കാന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ ആ ഒരു ഇന്നിങ്സ് ഒക്കെ കാണുമ്പോ ഒരു എന്താ പറയാ ഫൈനലിൽ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ അടിച്ച് തകർന്നുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ടെൻഷനൊന്നുമില്ല. എന്താ പറഞ്ഞാല് ആ 2 കളികൾ അതിന് മുമ്പ് തെളിയിച്ചതാണ്. അപ്പോ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് സഞ്ജുവിന്റെ ടൂർണമെന്റ് ആണ്. ഒരു ടൂർണമെന്റിൽ 80% മത്സരങ്ങൾ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്തും ഈ ചങ്ങായി പുറത്ത് തന്നെയാണ്. അങ്ങനെ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഗൗതം ഗംഭീറിനോടോ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിനോടൊന്നല്ല. നമ്മൾ നന്ദി പറയുന്നത് ദക്ഷിണാഫ്രിക്കയോടാണ്. സൗത്ത് ആഫ്രിക്ക നമ്മളെ ഇന്ത്യൻ ടീമിനെ അന്ന് പരാജയപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോ ഇന്ത്യൻ ടീം ഈ ഫൈനലിലും കളിച്ചിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ഫൈനലിൽ ട്രോഫി എടുത്തിട്ടുണ്ടാവില്ല. സഞ്ജുവിന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. ആ തോൽവിയിലാണ് ആ ഓപ്പണിംഗ് ഒരു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോംബോ. ഇതിനു മുമ്പൊക്കെ ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോംബോന്റെ പേരിലാണ് സഞ്ജു ഒരുപാട് കാലം ടീമിന്റെ പുറത്തിരുന്നത്. ശുഭ്മാൻ ഗില്ലും അതേപോലെ ജയ്സ്വാളൊക്കെ വന്ന സമയത്ത് ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോംബോ അത് അമ്പെ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോ ഇഷാൻ കിഷനും ഒരു ഭാഗത്ത് നമ്മുടെ അഭിഷേക് ശർമ്മയൊന്നും ഫോം അല്ലാതായപ്പോ ഒരു അവസരത്തില് ഈ ദക്ഷിണാഫ്രിക്കയോട് പരാജയത്തിന് ശേഷം ഇന്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി സഞ്ജുവിനെ എന്താ കളിപ്പിക്കാത്തതെന്ന്. അപ്പോ സൂര്യകുമാർ ഒരു പരിഹാസം എന്ന രീതിയിലല്ല പറഞ്ഞത്. എന്നാലും ആള് പറഞ്ഞത് ഞാൻ അഭിഷേകിനെ ഒഴിവാക്കണോ അതോ തിലകനെ ഒഴിവാക്കണോ? തിലകും അഭിഷേകൊക്കെ അപ്പൊ ഫോം ഔട്ട് ആയിക്കൊണ്ടിരിക്കണം. ഒരു കളി കളിക്കും, ഒരു കളി ചെറിയ സ്കോറിന് ഔട്ട് ആവും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടിയ അവസരത്തില് ഡോയ് മാച്ചുകളാണ് പിന്നെ നടന്ന 3 മത്സരങ്ങളും. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 നോട്ട് ഔട്ട്. അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ തകർപ്പനൊരു 89 റൺ 42 ബോളിന്. ഇതാ ഇന്നലെ വീണ്ടും 89 അടിച്ചിരിക്കുന്നത്. 3 ഇന്നിങ്സുകൾ സെഞ്ചുറിയോട് കടപിടിക്കുന്ന 3 ഇന്നിങ്സുകളാണ് ചങ്ങായി പടുത്തുയർത്തിയത്. അഭിമാനിക്കണോ? ഇപ്പൊ അഭിമാനിക്കാണ്ടിരുന്ന പിന്നെ എപ്പോഴാ അഭിമാനിക്കുക? മലയാളികൾ എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കാനുള്ള സുവർണ മുഹൂർത്താണ് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെ റെക്കോർഡുകളാണ് ഈ ചങ്ങായി പിഴുതെറിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി T20 3 കപ്പുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതും തുടർച്ചയായി ബാക്ക് ടു ബാക്ക് T20 ചാമ്പ്യന്മാരായിരിക്കാണ്. അതേപോലെ ഹോസ്റ്റ് നടത്തിയ ഒരു രാജ്യം ആദ്യമായിട്ടാണ് ഒരു ടൂർണമെന്റിൽ കപ്പടിക്കുന്നത്. അങ്ങനെ സഞ്ജുവിന്റെ കരിയർ ഇനി ചങ്ങായിനെ പിടിച്ചാൽ കിട്ടൂല. വേൾഡ് കപ്പ് തുടങ്ങുന്ന മുമ്പ് രോഹിത് ശർമ്മ സഞ്ജുവിനെ കൊടുത്തൊരു ഉപദേശമുണ്ട്. ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാണ് ഇപ്പോ. തനിക്കുള്ള അവസരങ്ങൾ എന്തായാലും വലിയൊരു ടൂർണമെന്റ് വരണം. അപ്പൊ എന്തായാലും അവസരങ്ങൾ വരും. ആ അവസരങ്ങൾ മുതലെടുക്കുക, അതിന് യോജിച്ച തരത്തിൽ തന്നെ അവസരങ്ങൾ മുതലെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പക്വതയായിട്ടുള്ള 3 ഇന്നിങ്സുകൾ സഞ്ജുവിന്റെ കരിയറിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. ചിലപ്പോ ഡിഫെൻഡ് ചെയ്ത് കളിച്ച് ഔട്ട് ആവും, ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് കളിച്ച് ഔട്ട് ആകുന്ന സഞ്ജുവിനെയൊക്കെ നമ്മൾ ഇതിന് മുമ്പ് കണ്ടു. പക്ഷേ എക്സാക്ട്ലി എന്താണ് ഇന്ത്യക്ക് വേണ്ടത്, എന്താണ് സഞ്ജുവിന് വേണ്ടത്, എന്താണ് ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും വേണ്ടത് എന്നറിഞ്ഞ പോലെ ആരെ ഡിഫെൻഡ് ചെയ്യണം, ആരെ അറ്റാക്ക് ചെയ്യണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുള്ള കളിയാണ് ഈ മൂന്ന് മത്സരങ്ങളിലും സഞ്ജു കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ വേൾഡ് കപ്പിൽ ഓരോ മാച്ച് തുടങ്ങും ഫസ്റ്റ് ഓവർ തന്നെ 6 അടിച്ചിട്ട് റെക്കോർഡ് ഇട്ട ചരിത്രം. ഏറ്റവും കൂടുതൽ ഒരു ടൂർണമെന്റിൽ 16 6 രോഹിത് ശർമ്മയ്ക്കൊക്കെ ശേഷം ചങ്ങായി, അതും 5 ഇന്നിങ്സുകളിലാണ് കോഹ്ലിയുടെ റെക്കോർഡ് 300 സംതിങ് റണ്ണിന്റെ റെക്കോർഡും തകർത്ത്. അങ്ങനെ ഇഷ്ടം പോലെ റെക്കോർഡുകൾ തകർത്തിട്ട് മാൻ ഓഫ് ദി സീരിയസ് ടൂർണമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കണോ. ഒരു ടൂർണമെന്റ് 80 മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് ആകെ 4-5 മത്സരങ്ങൾ കളിക്കാൻ കിട്ടുന്നത്. അതും കളിക്കാൻ കിട്ടിയ മത്സരമൊക്കെ നിർണായക ഘട്ടത്തിലുള്ള മത്സരങ്ങളാണ്. അപ്പൊ ഒന്ന് ആലോചിക്കണ്ടേ, ആ ഒരു 3 മത്സരങ്ങൾ മതി സഞ്ജു എന്ന പ്രതിഭ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനിയും കണ്ണു തുറക്കാത്ത അഗാർക്കറിനെ പോലുള്ള ചെങ്ങന്മാർ കണ്ടു. അതേപോലെ ആകാശ് ചോപ്ര, ഇങ്ങനെ കുറെ ചെങ്ങന്മാരുണ്ട് വെറുതെ നിന്ന് ബളബളബളാന്ന് അടിക്കാന്നല്ലാതെ
അവർക്കുള്ള എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ് ചങ്ങായി കൊടുത്തത്. ഇനിയിപ്പോ വൺഡേയിലും ടെസ്റ്റിലൊക്കെ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഋഷഭ് പന്തും അതേപോലെ തന്നെ സഞ്ജു സാംസൺ ടെസ്റ്റ് ക്രിക്കറ്റിലും കൂടി കളിക്കണം. കാരണം ഇവരുടെയൊക്കെ കൂടുതൽ ഔട്ട് വരുന്നത് ബൗണ്ടറി ലൈനിൽ വെച്ചിട്ടാണ്. ടെസ്റ്റ് ക്രിക്കറ്റിന് അനുയോജ്യമായിട്ട് ചങ്ങായിക്കുമാർക്ക് അടിച്ച് കളിക്കാനുള്ള അവസരം കൂടി കിട്ടുന്ന കാര്യമാണെങ്കിൽ പന്തിന് കൊടുത്ത പോലെ അതേ അവസരം സഞ്ജുവിനും കൊടുക്കണമെന്നാണ്. അതേപോലെ തന്നെ ഈ ഒരു 3 കളിക്ക് ടീമിൽ ഉൾപ്പെടുത്തിയപ്പോ ആ കീപ്പിംഗ് ഗ്ലൗ കൂടെ എടുത്ത് കൊടുത്തില്ലേ, അതാണ് സഞ്ജുവിന്റെ കോൺഫിഡൻസ് ഇത്രത്തോളം വളരാനുള്ള കാരണം. എന്താ പറഞ്ഞാല് ഇപ്പൊ ഇഷാൻ കിഷനെ പോലെ ഇഷാൻ കിഷനും മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്, അതില്ലാന്ന് പറയുന്നത്. പക്ഷെ സഞ്ജുവിന്റെ മുമ്പിൽ ഇപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ, ഇതൊക്കെ താഴെ തന്നെയാണ്. ഒരു തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്ന പറയാ, ഒരു തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുക. അത് പിന്നെ സൂര്യകുമാർ ആയിക്കോട്ടെ, ഇഷാൻ കിഷൻ ആയിക്കോട്ടെ, തിലക് വർമ്മ ആയിക്കോട്ടെ, ജസ്റ്റിൻ ബുംറ ആയിക്കോട്ടെ, ഒരു പടി താഴെയാണ്. ഇപ്പോ സഞ്ജുവിന്റെ ടൈമാണ്. ആ സഞ്ജുവിന്റെ ടൈം എന്ന് പറഞ്ഞാൽ അത് പീക്കിൽ തന്നെ നിൽക്കുന്നത്. അത് പ്രസന്റ് സിറ്റുവേഷനൊക്കെ അടിപൊളി ഹാൻഡിൽ. ഞാൻ ഇതുവരെയൊന്നും ഇങ്ങനത്തെ ഒരു സഞ്ജു ഇന്നിങ്സ് കണ്ടിട്ടില്ല. ഇന്നിന്റെ കളി ചിലപ്പോൾ കളി കാണാൻ വിട്ടിട്ടുണ്ടെങ്കിൽ സഞ്ജുവിന്റെ കളി ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ രാജസ്ഥാൻ ഫാൻ എന്നല്ല, പക്ഷെ രാജസ്ഥാന്റെ കളി എന്തായാലും ഇരുന്ന് കാണുന്നുള്ള കാര്യത്തിൽ സഞ്ജുവിന്റെ കളി കാണുന്നത്. സഞ്ജു ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് സഞ്ജുവിനെ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങേരുടെ പ്രകടനങ്ങളൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കേണ്ട ഒരു നിമിഷം. ചേട്ടൻ 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 സഞ്ജു ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ലെവലില് ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും ലോക ക്രിക്കറ്റിന്റെയും മുന്നിൽ മലയാളികൾക്ക് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ശ്രീശാന്ത് ഒക്കെ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്, പക്ഷെ എല്ലാം ശരിയായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇത്രയും നീണ്ടൊരു കരിയറിൽ ഒരു കരിയർ ത്രൂ ബ്രേക്ക് കിട്ടാൻ വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നു. അപ്പോൾ കാത്തിരുന്നിട്ട് അതിന് ഉള്ള പ്രയത്നം എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലായിക്കോട്ടെ, നമുക്കൊരു ഗെയിമിലായിക്കോട്ടെ, അതിനുള്ള അവസരം ഒത്തു വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഫയർ ആവണം എന്നുള്ളത് ഫയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സൂര്യകുമാർ ഈ T20 മത്സര ശേഷം വിടവാങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ആരായിരിക്കും ഈ പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ? എന്തായാലും ഗംഭീർ ജിക്ക് ഒരു ബിഗ് 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 സല്യൂട്ട് കൊടുക്കാൻ. അതായത് സഞ്ജുന് കൊടുത്തൊരു അവസരം ഉണ്ടല്ലോ. ഞാന് ന്യൂസിലാൻഡ് സീരീസ് കഴിഞ്ഞപ്പോൾ അമ്പേ പരാജയമായിരുന്നു. കഴിഞ്ഞു, ഈ വേൾഡ് കപ്പോടുകൂടി ടീം ഒന്ന് പുറത്തെടുത്തിട്ടും ഇനി തിരിച്ചു വരവ് നോക്കണ്ട എന്നുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ ന്യൂസിലാൻഡ് ടീമിനെതിരെയാണ് ഇന്ന് മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്. ആ 50 അടിച്ചതിന് ശേഷം ഒരു ഗിയർ ചേഞ്ച് ഉണ്ടോ, എമ്മാതിരി തൂക്കേടി, ഒരു രക്ഷയില്ല. ആ സെമി ഫൈനലില് ഇപ്പോഴും ബ്രോക്ക്, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ, ആ ക്യാച്ച് വിട്ടതിന് ഇപ്പോഴും സഹതപിക്കുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ താങ്ക്സ് പറയേണ്ടത്. ദക്ഷിണാഫ്രിക്കയോടും ആ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനോടൊക്കെയാണ് നമ്മൾ താങ്ക്സ് പറയേണ്ടത്. എമ്മാതിരി ബ്രില്യൻസ് ആയ ഒരു ഇന്നിങ്സ്, 2-3 ഇന്നിങ്സ് നമുക്ക് കാണാൻ പറ്റും. അതും സെഞ്ചുറിയോടെ ഒന്ന് ആലോചിക്കണോ. ടീം ഇതുവരെ ഇതിനേക്കാളും ടോപ്പ് സ്കോറർ പാകിസ്ഥാന്റെ പ്ലെയർ ഉണ്ട്, അവിടെ വിക്കറ്റ് എടുത്ത ബുംറ ഉണ്ട്, എല്ലാം വരുൺ ചക്രവർത്തി ഉണ്ട്. ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ വെറും 3 മത്സരങ്ങള്. ക്വാർട്ടർ ഫൈനലിന് തുല്യമായ വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള മത്സരം, സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ, ന്യൂസിലാൻഡിനെതിരെ. ഈ 3 മത്സരം കൊണ്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആണ് നേടിയിരിക്കുന്നത്. ചില്ലറ കാര്യമാണ്. അപ്പോ ആള് പ്രയത്നിച്ചതിനുള്ള ഫലം ഉണ്ടായിരിക്കണം. ഇനിയും ഇതേപോലെ ഇന്നിങ്സുകളായിട്ട് തുടരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊള്ളുകയാണ്. അതിന് ഇപ്പോഴും ആ ഒരു ഇതൊന്നും വിട്ടിട്ടില്ല. എനിക്ക് ഫൈനലിനെക്കാളും ഇഷ്ടപ്പെട്ടത് ആ സെമി ഫൈനലാണ്. എന്താ പറഞ്ഞാല് അത്രയും മുൾമുനയിൽ നിർത്തിയ അവസാന നിമിഷം വരെ അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ബുംറയുടെ ഒക്കെ ആ ഒരു ഓവർ. ഇന്നലെ എന്താ പറയണം, മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്. 14 റൺസ് എന്തോ 15 റൺസ് വിട്ടോട് 4 വിക്കറ്റ് എടുത്തിരിക്കുന്നത്. എമ്മാതിരി കളി. ഇന്നലെ ആകെ എനിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി തോന്നിയത് ഹാർദിക് പാണ്ഡ്യയുടെ ആ ബാറ്റിങ്ങും അതേപോലെ തന്നെ ബൗളിങ്ങും ആ ഒരു ക്യാച്ച് ഡ്രോപ്പും. ഹാർദിക് പാണ്ഡ്യ ഒഴിച്ചു നിർത്തിയാൽ, പക്ഷെ ഹാർദിക് പാണ്ഡ്യ ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ബാക്കി എല്ലാം. ഇഷാൻ കിഷനൊക്കെ എനർജി ഏത് ലെവലോട്, തിലക് വർമ്മയും ഇഷാൻ കിഷനൊക്കെ ആ ഫീൽഡിംഗ് ബൗണ്ടറി ലൈനിൽ കാണിക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ എനിക്ക് ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൂര്യകുമാറിന്റെ കാര്യം തന്നെ ഫോമില്ലായ്മയാണ്. എന്താ പറയാൻ പറ്റും, എല്ലാ ടൂർണമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാള് ഫോം ഔട്ട് ആവും. ആ സമയത്താണ് വേറെ ആൾക്ക് അതൊരു വളമാവെന്ന് അറിയില്ലേ, അങ്ങനെയുള്ള അവസരങ്ങളിൽ. എനിക്ക് പിന്നെ സങ്കടകരമായ കാര്യം പറഞ്ഞാല് സഞ്ജു സാംസണിന് വേണ്ടിയിട്ട് തിലക് വർമ്മയോ അതേപോലെ തന്നെ അഭിഷേക് ശർമ്മയോ അല്ല ബലിയേടായത്. റിങ്കു സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഫിനിഷർ ഉണ്ടല്ലോ, ആ ചങ്ങായാണ്. ആള് സ്ഥിരമായിട്ട് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഫോം ഔട്ട് ആയിട്ടൊന്നല്ല ആളുടെ ടീം പുറത്തേക്ക്. സഞ്ജുവിനെ ഇവിടെ കൊണ്ടുവരുന്ന തിലകനെയും അഭിഷേക് ഇന്ന് മാസ്റ്റർ പെർഫോമൻസ് ആണ്. ഫസ്റ്റ് ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്, എന്റെ മോനെ ഒരു രക്ഷയില്ല. 6 ഓവറിലൊക്കെ 90 റൺ കടക്കാന്ന് പറഞ്ഞാല്, അതും ഇന്ത്യ നോക്കിയാൽ മതി. ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഈ അവസാന ഇന്നിങ്സുകളൊക്കെ 299, 199, 200 പോകണം ഈ 4-5 ഇന്നിങ്സുകൾ അടിച്ചിട്ടുള്ളത്. അപ്പൊ സഞ്ജുന്റെ ആ ഇമ്പാക്ട് എന്താണ്, ആ ഓപ്പണിംഗിൽ എന്താണ് സഞ്ജു ടീമിന് കൊടുക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി T20 എന്തായാലും അവിഭാജ്യ ഘടകം. ഇനിയിപ്പോ ഗില്ലല്ല, ഇനിയിപ്പോ ആര് വന്നു കഴിഞ്ഞാലും സഞ്ജു ആ ഒരു സൈഡ് ഉണ്ടാവും എന്നുള്ളത് ഈ വേൾഡ് കപ്പ് സാക്ഷി നിർത്തിയിട്ട് പറയാണ്. ഇനി അഗാർക്കറല്ല, അമിത്ഷാ അല്ല, ആരും ഒന്ന് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല.
വേൾഡ് ക്രിക്കറ്റിലെ ആരാധകരുടെ മുന്നിൽ ആ ഒരു 3 ഇന്നിങ്സുകൾ മറക്കാതെ കിടക്കും കുറെ കാലത്തിന്. അത് ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, വെസ്റ്റ് ഇൻഡീസ് ആയിക്കോട്ടെ, ന്യൂസിലാൻഡ് ആയിക്കോട്ടെ, എല്ലാം. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാക്ഷാൽ ക്യാപ്റ്റൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവിനോട് ഒരു പത്രപ്രവർത്തനം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ഇറക്കാത്തതെന്ന്. അപ്പോ ആൾ ചോദിക്കുന്നുണ്ട് അഭിഷേക് ശർമ്മയുടെ സ്ഥാനത്ത് ഇറക്കണോ അതോ തിലക് വർമ്മയുടെ സ്ഥാനത്ത് ഇറക്കണോ എന്ന് പരിഹാസ രൂപേണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടി എന്താന്ന് പറഞ്ഞാല് ചങ്ങായി 3 ഇന്നിങ്സിലായി കൊടുത്താണ്. അഭിഷേക് ശർമ്മയുടെ സ്ഥാനത്തും ഇറക്കണ്ട, തിലക് വർമ്മയുടെ സ്ഥാനത്ത് ഇറക്കണ്ട, താങ്കള് ഒന്ന് മാറി തന്നാ മതി എന്നുള്ള ഒരു ഡയലോഗ് ആയിരുന്നു ഇതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ. മാസം മറുപടി. ആ ഒരു ഫസ്റ്റ് കളി തന്നെ ആ തൊപ്പി ഇങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ സെല്യൂട്ട് അടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സൂര്യകുമാർ യാദവിന്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ഡയലോഗ് അത്രയും മലയാളികളുടെ നെഞ്ചിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി 3 ഇന്നിങ്സായി തന്നിരിക്കുകയാണ്. ഇനി എന്ത് തന്നെ ആയാലും T20 ഒരു അവിഭാജ്യ ഘടകമായിട്ട് സഞ്ജുവിന്റെ ഇന്നിങ്സുകൾ ഇനി നമ്മൾ കുറെ കാണാൻ കിടക്കുന്നുള്ളൂ. 10-11 വർഷമായിട്ട് ഇങ്ങനെ ഇന്ത്യൻ ടീമിലെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പൊസിഷന് വേണ്ടി കാത്തിരിക്കായിരുന്നു. ആളുടെ പരിശ്രമമുണ്ട്, കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആളുടെ പരിശ്രമത്തിന് ഫലം ഉണ്ടായിരിക്കണം. അത് എന്ത് മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സുകളാണോ, എത്ര പക്വതയായിട്ടാണ് സഞ്ജു കളിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു പ്രകടനം ഞാൻ കണ്ടിട്ടില്ല. സഞ്ജുവിന്റെ കരിയർ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, പിന്നെ 3-4 കളി ഡക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്. അപ്പോ IPL വരാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് വിസിലടിക്കാൻ വേണ്ടിയിട്ട് പുതിയ തല എത്തിയിട്ടുള്ള കാര്യം ചെന്നൈ ഫാൻസ് ഒന്നുകൂടെ എന്താ പറയുക ഭയങ്കര ഹാപ്പി എന്ന് പറയാം. ചെന്നൈ ഫാൻസ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കൊൽക്കത്തയിൽ നിന്നാണ് ഈ ചെന്നൈയുടെ തുടക്കമെങ്കിൽ കൊൽക്കത്തയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ രാജസ്ഥാൻ റോയൽസിന് വന്നിട്ട് അവിടെ കിട്ടില്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ച ക്യാപ്റ്റനായി. ഇപ്പൊ ലാസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ തലയായിട്ട് മാറാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു കരിയർ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് ഇയാളെ കുറച്ച് വർഷങ്ങൾ ഉണ്ടാവും. ആ വർഷങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറായിട്ടും ക്യാപ്റ്റനായിട്ടും അതേപോലെ തന്നെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് 3 ഫോർമാറ്റിലും കളിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോളിലൊക്കെ അല്ല, ക്രിക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എന്താ പറയാ, ഒന്നും പറയാനില്ല. സന്തോഷം മാത്രം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചു കൊടുക്കുന്നു.